ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം, അതായത് സാറ്റർഡേ ജൂലൈ 27 നടന്ന LDC തിരുവനന്തപുരം എക്സാമിൻ്റെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ്, അതായത് മുഴുവൻ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇനി അടുത്ത LDCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഇതെന്ത് ചെയ്യും, ഉപകാരപ്പെടും കേട്ടോ. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 94/2024, അതായത് LTC തിരുവനന്തപുരം എക്സാമിൻ്റെ എന്താണ് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ നമ്മൾ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 714 രൂപയ്ക്ക് വിൽക്കുകയാണ്. അതായത് ഒരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കടക്കാരനിട്ട് ആ ഡിസ്കൗണ്ട് ശതമാനം എത്രയെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഡിസ്കൗണ്ട് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് കുട്ടികൾ. ഒരൊറ്റ ഫോമിൽ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക്, അതായത് ടീച്ചറോട് എഴുതരാം, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. മാർക്ക് ചെയ്ത പ്രൈസ്, മാർക്ക്ഡ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്, വിറ്റ വില, ഡിവൈഡഡ് ബൈ അതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രൈസ്. അതായത് തുണിയാണെങ്കിൽ ആ തുണിയിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു പ്രൈസ് കാണുമല്ലോ, അതിൽ നിന്നും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് കിട്ടുന്നത് അല്ലേ, അവർ വിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. സോ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാനായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്ക് പ്രൈസ് ശതമാനത്തിലോട്ടാക്കാൻ എന്ത് ചെയ്യണം? 100 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ശതമാനം കിട്ടും. അതായത് എന്തിൻ്റെ ശതമാനം? ഡിസ്കൗണ്ടിൻ്റെ ശതമാനം കിട്ടും. ഇവിടെ നമുക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന വില എത്രയാണ്? അതായത് ആ തുണിയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന വില എന്ന് പറയുന്നത് എത്രയാണ് കുട്ടികളെ? 840 രൂപയാണ്. എത്രയാണ്? 840 രൂപ. അത് നമുക്ക് എത്ര രൂപയ്ക്കാണ് കിട്ടുന്നത്? 714 രൂപയ്ക്കാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ 714 രൂപയ്ക്കാണ് കടക്കാരൻ വിൽക്കുന്നത്. അപ്പോൾ 714 നമ്മുടെ സെല്ലിംഗ് പ്രൈസ്, അല്ലെങ്കിൽ ആ വിറ്റ വില എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രൈസ് എത്രയാണ്? 840 ആണല്ലോ. ഇൻറ്റു 100 ചെയ്താൽ മതി. ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ. 840 മൈനസ് 714 എത്ര കിട്ടും? 840 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്, കുറയ്ക്കാൻ 714. 10 പോയാൽ 6. ബാക്കി ഇവിടെ 4 4 ശിഷ്ടം ഇപ്പുറത്ത് പോയല്ലേ, ബാക്കി 3ആണുള്ളത്. 3 പോകുമ്പോൾ എത്രയാണ്? 2 അല്ലേ. ഇനി ഇവിടെ നോക്കിക്കേ, 8 കുറയ്ക്കണം. 8 കുറയ്ക്കുമ്പോൾ 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടി കുട്ടികളെ? 126 ഡിവൈഡഡ് ബൈ 840 ഇൻറ്റു 100 ആണല്ലോ. ടീച്ചർ ഇനി ഇവിടെ നിന്നൊരു സീറോയും ഇവിടുത്തെ ഒരു സീറോയും കട്ട് ചെയ്യുകയാണേ. നമുക്ക് ചെറുതാക്കാം. 126 ഡിവൈഡഡ് ബൈ 84. അപ്പോൾ ടീച്ചർ ഇത് 2 നമുക്ക് വെട്ടാം അല്ലേ. അപ്പോൾ 2 വെട്ടുമ്പോൾ 2 1 പോകത്തില്ല. നമ്മൾ 12 ചേർത്തെടുക്കുകയാണ്. 12 2 6 തവണയാണ്. 6 2 12. ഇനി 6 2 എത്ര തവണയാണ്? 3 തവണ. അതുപോലെ താഴെ നമുക്ക് 2 വെട്ടാം. 8 2 4 തവണയാണ്. കാരണം നമുക്കറിയാം 4 × 2 = 8. 4 എന്ന് പറയുന്നത് 2 തവണയാണ്. 2 4. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ? 63 ഉണ്ട്. അതുപോലെ തന്നെ 42 ഉണ്ടല്ലേ. നമുക്കിത് 3 വെട്ടാം. 3 6 എത്ര തവണയാണ്? 2 തവണ. 3 എത്ര തവണയാണ്? 1 തവണ. ഇനി 4 എത്ര തവണ? 1 തവണ. 1 തവണ 3. 1 3 are 3. ഒരു 3. ശിഷ്ടം 1 ഉണ്ട്. ആ 1 ഈ 2ൻ്റെ കൂടെ ചേരുമ്പോൾ 12 ആകുന്നു. 12 4 തവണയാണ്. ആണല്ലോ, ആണ്. ഇനി നോക്കിക്കേ, 21 ഉണ്ട്, 14 ഉണ്ട്. നമുക്കിത് 7 വെട്ടിക്കൂടെ? കാരണം 14 7ൻ്റെ ഗുണിതമാണ്, 21 7ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 7 നമ്മൾ വെട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 2 തവണയാണ് 14, 7 3 തവണയാണ് 21. അപ്പോൾ ഇനി നമുക്ക് വെട്ടാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എത്ര കിട്ടി?
3/2 ഇൻറ്റു 100 ആണല്ലോ. 3/2 എന്ന് പറയുന്നത് എത്രയാണ് കുട്ടികളെ? 1.5 എന്ന് പറയുന്നത് നമുക്ക് 1.5 എന്ന് എഴുതിക്കൂടെ? എഴുതാം അല്ലേ? ഇൻറ്റു ഇവിടെ 100 ഇല്ല, ടീച്ചർ ആൾറെഡി ഒരു 0 വെട്ടി കളഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളത് 10 ആണ്. അപ്പോൾ നോക്കിക്കേ, 1.5 ഇൻറ്റു 10 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം ഈ 15നെ 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടും? 150 കിട്ടും. എന്നിട്ട് ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റ് ചെയ്ത് ലെഫ്റ്റിലോട്ട് ഒരു സ്ഥാനം മാറ്റി എന്ത് കൊടുത്താൽ മതി? ഡെസിമൽ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കിക്കുക 1.5 അതായത് റൈറ്റ് മോസ്റ്റ് സംഖ്യ നമ്മൾ നോക്കുമ്പോൾ ആ സംഖ്യയിൽ നിന്ന് ഒരു ഡെസിമൽ പോയിന്റ് മാറിയിട്ടാണ് ഈ സംഖ്യ കിടക്കുന്നത് അല്ലേ? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതേപോലെ തന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഒരു സ്ഥാനം മാറ്റി ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. ഇത് അറിയാവുന്ന കുട്ടികളുണ്ടാവും, എന്നാൽ അറിഞ്ഞൂടാത്ത കുട്ടികളും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 15 എന്ന് പറഞ്ഞിട്ട് കിട്ടിയേ. എത്ര കിട്ടി? 15. നമ്മുടെ ആൻസർ എത്രയാണ്? 15%. എത്രയാണ്? 15%. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ചോദിക്കാൻ നിങ്ങൾ ഒരൊറ്റ ഫോമിൽ ഓർത്തിരുന്നാൽ മതി. മാർക്ക്ഡ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ്. മാർക്ക് ചെയ്തിരിക്കുന്ന പ്രൈസ്, അതിൽ നിന്ന് വിൽക്കുന്ന വില ഡിവൈഡഡ് ബൈ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രൈസ് ചെയ്യുക. അതിന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കിട്ടും, ഡിസ്കൗണ്ട് ശതമാനം കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി എത്രയായി? 72 ആയി. അങ്ങനെയാണെങ്കിൽ ചേർത്ത സംഖ്യ എത്രയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് നമ്മൾ ശരാശരി പഠിച്ചതായിരുന്നു. അതായത് LDC അതുപോലെ തന്നെ LD ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 15 ദിവസത്തെ. അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിക്കേ, 11 സംഖ്യകളുടെ ശരാശരി എത്രയെന്നാണ് പറഞ്ഞേക്കുന്നത്? 66. അപ്പോൾ 11 സംഖ്യകളുടെ ശരാശരി എത്രയാ? 66. ഓക്കെ ആണേ. ഇനി എത്ര സംഖ്യ കൂടെ അധികം വന്നത്? ഒരു സംഖ്യ. അപ്പോൾ 11ൻ്റെ കൂടെ ഒരു സംഖ്യ കൂടെ വരുമ്പോൾ എത്ര സംഖ്യകളാകും? ആകെ 12 സംഖ്യകളാകും. ഈ 12 സംഖ്യകളുടെ ശരാശരി എത്രയായപ്പോൾ? ഒരു സംഖ്യ കൂടെ വന്നപ്പോൾ ശരാശരി എത്രയായി കുട്ടികളെ? 72 ആയി. ഇത്ര എഴുതാൻ ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ ടീച്ചർ പറഞ്ഞുതരാം. ആദ്യം നിങ്ങളിത് എഴുതുക. ഇപ്പോൾ 11 സംഖ്യകളുടെ ശരാശരി 66, ഒരു സംഖ്യ കൂടെ വന്നപ്പോഴത്തേക്കുള്ള ശരാശരി നമ്മൾ എടുത്തെഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലെഫ്റ്റ് മോസ്റ്റിൽ ഈ 2 സംഖ്യകളുടെ ഡിഫറൻസ് എഴുതുക. 11 12 ആകാൻ എത്ര കൂടുതൽ വേണം? 1 അധികം വേണം അല്ലേ? അതുപോലെ തന്നെ 66 72 ആകാൻ എത്ര അധികം വേണം? 6 അധികം വേണം. അതായത് +6 വന്നാൽ 72 കിട്ടത്തുള്ളൂ. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കിടക്കുന്ന ഈ 1 ഇല്ലേ, ഈ 1 ഇൻറ്റു ഈ 72 ചെയ്യാം. 1 ഇൻറ്റു 72 പ്ലസ് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാവേ. ഇനി ഈ ഇവിടെ കിടക്കുന്ന +6 ഇല്ലേ, ആ 6ന് അതുപോലെ എഴുതുക. ഈ 6ന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കുട്ടികളെ? ലെഫ്റ്റ് മോസ്റ്റിൽ ഈ ടോപ്പ് എൻഡിൽ കിടക്കുന്ന ഈ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ, കാര്യം കഴിഞ്ഞു. അതായത് ഈ 1നെ ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഏറ്റവും താഴെ കിടക്കുന്ന സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് ഈ 6ന് ലെഫ്റ്റ് സൈഡിൽ മുകളിലത്തെ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടി അങ്ങ് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എത്രയാ? 1 ഇൻറ്റു 72 എത്രയാ? 72 പ്ലസ് 6 ഇൻറ്റു 11 എത്രയാണ് കുട്ടികളെ? 66. ഇനി ഒന്ന് കൂട്ടി പറഞ്ഞേ. 6 + 2 എത്ര? 8. 7 + 6 എത്രയാ? 13. ഉണ്ടോ? ആൻസർ ഉണ്ടോ? ഉണ്ട്. നമ്മുടെ ഓപ്ഷനകത്ത് ആൻസർ കിടപ്പുണ്ട്. 138 ആണ് റൈറ്റ് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടി വരുമെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു ടാങ്ക് നമ്മുടെ കയ്യിൽ ഒരു ടാങ്ക് ഉണ്ട്. ഒരു ടാങ്ക് ഉണ്ട്. ഈ ടാങ്ക് നിറയാനായിട്ട് നമ്മൾ എത്ര പൈപ്പ്സ് യൂസ് ചെയ്യുന്നുണ്ട്? 1 2 3 പൈപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അത് എത്ര മണിക്കൂർ കൊണ്ടാണ് അല്ലെങ്കിൽ എത്ര സമയം കൊണ്ടാണ് അത് നിറയ്ക്കുന്നത്?
1 മണിക്കൂർ 30 മിനിറ്റ് എടുത്തിട്ടാണ് ഈ ഒരു ടാങ്ക് ഈ 3 പൈപ്പ് വഴി നിറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 3 പൈപ്പ് മാറ്റി 2 പൈപ്പ് ആക്കുമ്പോൾ ഈ ടാങ്ക് നിറയാൻ എത്ര സമയം വേണ്ടി വരും എന്നുള്ളതാണ്. നമുക്കറിയാം കുട്ടികളെ, ഞാനിപ്പോൾ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പൈപ്പിൻ്റെ സൈസോ ഒന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാ പൈപ്പിൻ്റെയും സൈസ് ഈക്വൽ ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ. അപ്പോൾ 3 പൈപ്പ് കൊണ്ട് നിറയ്ക്കാനുള്ള സമയമാണോ 2 പൈപ്പ് കൊണ്ട് എടുക്കുന്നത്? അല്ലല്ലേ. 3 പൈപ്പ് കൊണ്ട് ഇപ്പോൾ സപ്പോസ് 3 പൈപ്പ് കൊണ്ട് 3 പൈപ്പ് കൊണ്ട് 4 മണിക്കൂർ 3 പൈപ്പ് 4 മണിക്കൂർ കൊണ്ടൊരു ടാങ്ക് നിറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ 3ന്റെ സ്ഥാനത്ത് 2 പൈപ്പ് വരുമ്പോഴത്തേക്കും സമയം കൂടുവോ കുറയോ? അതായത് ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം സ്വാഭാവികമായിട്ട് കൂടുമല്ലേ. 3 പേര് ചെയ്തുകൊണ്ടിരുന്നതാണ്, അത് 2 പേരായിട്ട് കുറയുമ്പോഴത്തേക്ക് എന്ത് പറ്റും? സ്വാഭാവികമായിട്ട് ആ സമയം എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കൂടും. അതായത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പൈപ്പിൻ്റെ എണ്ണം കുറയുമ്പോൾ റൈറ്റ് സൈഡിൽ സമയം എന്ത് ചെയ്യുന്നു കുട്ടികളെ? കൂടുന്നു അല്ലേ. പൈപ്പിൻ്റെ എണ്ണം എന്ത് ചെയ്യുന്നു? കുറയുമ്പോൾ സമയം എന്ത് ചെയ്യുന്നു? സമയം കൂടുന്നു. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കേ, ഇത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് അല്ലേ, വിപരീത അനുപാതമാണ്. എന്ന് വെച്ചാൽ ഒരെണ്ണം കൂടുമ്പോൾ മറ്റേത് കുറയുന്നു, ഒരെണ്ണം കുറയുമ്പോൾ മറ്റേത് കൂടുന്നു, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളിത് മനസ്സിൽ വെച്ചോ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നോക്കിക്കേ, ഇവിടെ ഇപ്പോൾ നമുക്ക് എത്ര പൈപ്പ് ഉണ്ട്? 3 അല്ലേ. അപ്പോൾ 3 പൈപ്പ് നിറയ്ക്കാനായിട്ട് എത്ര സമയം എടുക്കുന്നു? 1 മണിക്കൂർ 30 മിനിറ്റ് ആണ് എടുക്കുന്നത്. 1 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ 60 മിനിറ്റ് ആണ് അല്ലേ. 1 hour 30 മിനിറ്റ് ഇങ്ങനെയല്ലേ നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ടീച്ചർ ഇതിനെ മിനിറ്റിലോട്ട് മാറ്റുവാണ്, മൊത്തത്തിൽ മിനിറ്റിലോട്ട് മാറ്റുവാണേ. 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റ്? 60 മിനിറ്റ് അല്ലേ, പ്ലസ് ഈ ഒരു 30 മിനിറ്റ്. അപ്പോൾ ടോട്ടൽ എത്ര മിനിറ്റ് ഉണ്ട്? 90 മിനിറ്റ് ആണേ. 90 മിനിറ്റ് ആണേ, ആണല്ലോ. ഇനി നോക്കിക്കേ, 3 പൈപ്പ് 90 മിനിറ്റ് എടുത്തിട്ടാണ്, 3 പൈപ്പുകൾ 90 മിനിറ്റ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ടാങ്ക് നിറയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഒരു പൈപ്പ് എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയ്ക്കും എന്നുള്ളത് കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ ഒരു പൈപ്പ് എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയ്ക്കുന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഇപ്പോൾ 3 പൈപ്പ് അല്ലേ. അപ്പോൾ ഒരു പൈപ്പ് ആകാൻ എന്ത് ചെയ്യണം? 3/3 ചെയ്യണം അല്ലേ. 3/3 എത്രയാ? 3/3 എന്ന് പറയുന്നത് 1 ആണ്. നമുക്കറിയാം ഇവിടുത്തെ ഈ ലെഫ്റ്റ് സൈഡിലെ സാധനം കുറയുമ്പോൾ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യണം? കൂടണം, ആണല്ലോ. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണല്ലേ. അപ്പോൾ ഇവിടെ 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കുട്ടികളെ റൈറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് അനുപാതമായിട്ട്, അല്ലെങ്കിൽ ഇവിടെ വിപരീത അനുപാതം ആയതുകൊണ്ട് ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലെ സാധനം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ 3 കൊണ്ട് ഗുണിക്കണം. 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഒരു പൈപ്പ് എത്ര സമയം കൊണ്ട് നിറയ്ക്കുന്നു? 90 × 3 എത്രയാ? 270 മിനിറ്റ് കൊണ്ടാണ് നിറയ്ക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും അല്ലേ. 3 പൈപ്പ് കൊണ്ട് കുറച്ച് സമയം മതി നിറയ്ക്കാനായിട്ട്. അതേസമയം 3 പൈപ്പിൻ്റെ സ്ഥാനത്ത് ഒറ്റ പൈപ്പ് വരുമ്പോൾ കൂടുതൽ സമയം എടുത്തിട്ടാണ് ടാങ്ക് നിറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇപ്പോൾ 3 പൈപ്പ് 90 മിനിറ്റ് കൊണ്ട് നിറച്ചപ്പോൾ ഒരു പൈപ്പ് എത്ര മിനിറ്റ് കൊണ്ട് നിറച്ചു? 270 മിനിറ്റ് കൊണ്ട് നിറച്ചു. ആണല്ലോ. നമുക്കിവിടെ ചോദ്യം എന്താണ്? 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ 1 2 ആവാൻ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കണം അല്ലേ. അപ്പോൾ നമ്മളിവിടെ ലെഫ്റ്റിൽ ടീച്ചർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ, അപ്പോൾ 2 കിട്ടി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഒരു പൈപ്പ് 270 മിനിറ്റ് കൊണ്ട് ആണ് നിറയുന്നതെന്നുണ്ടെങ്കിൽ 2 പൈപ്പ് ആകുമ്പോൾ ഇവിടെ 1 2 ആകുമ്പോൾ 1 × 2 ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം കുട്ടികളെ? 2 കൊണ്ട് ഹരിക്കണം, ഡിവൈഡ് ചെയ്യണം. ഓക്കെ, കാരണം നമുക്കറിയാം 1 × 2 ചെയ്യുമ്പോഴാണ് 2 പൈപ്പ് വരിക. അപ്പോൾ ഇവിടെ ഇൻറ്റു ആകുമ്പോൾ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. അപ്പോൾ 270/2 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടും. നമുക്ക് വെട്ടി ചെയ്യാം. 270/2. ഓക്കെ, 2 ഒരു തവണ, 2 ഇവിടെ 2 ഒരു തവണ, 7 അടുത്ത് കിടക്കുന്നത്. 3 2 6, 3 തവണ 6 വരും അല്ലേ. 3 × 2 6 7 ഇവിടെ കിടക്കുന്ന. ശിഷ്ടം 1 ഉണ്ട്. ആ 1 ഈ 0ൻ്റെ കൂടെ ചേരുമ്പോൾ 10 ആയി. 10 2 5 തവണയാണ്. അപ്പോൾ എത്ര കിട്ടി? 135 മിനിറ്റ്. ഇതുണ്ടോ നമ്മുടെ ഓപ്ഷനകത്ത്? ഇല്ല. നമുക്കവിടെ മണിക്കൂറും മിനിറ്റുമായിട്ടാണ്
ആയിട്ടാണ് ഓപ്ഷനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ തിരിച്ച് ഇതിനെ മണിക്കൂർ മിനിറ്റും ആക്കി മാറ്റാം. നോക്കിക്കേ, 135 മിനിറ്റ് അല്ലേ, നമുക്കറിയാം 120 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാ? 120 മിനിറ്റ് എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. 2 മണിക്കൂർ. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ എഴുതാം. 2 hours. ബാക്കി 120 നിന്ന് 135 120 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 135 120 പോയി കഴിഞ്ഞാൽ ബാക്കി 15 മിനിറ്റ്. അപ്പോൾ 2 മണിക്കൂർ എന്ന് പറയുന്നത് 120 മിനിറ്റ് ആയേ. പ്ലസ് 15 അല്ലേ 135. അപ്പോൾ ബാക്കി എത്ര മിനിറ്റ് ഉണ്ട്? 15 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിയില്ലേ? 2 മണിക്കൂർ 15 മിനിറ്റ്. അതായത് നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, എന്നാൽ ചെയ്യുമല്ലോ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഇവിടെ ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? 2k+1 ഇൻറ്റു 2⁵ ഈക്വൽ ടു 2�7. അങ്ങനെയാണെങ്കിൽ കെ എത്ര? നമ്മൾ സെർട്സ് ആൻഡ് ഇൻഡിസസ് പഠിക്കുമ്പോൾ, കരണികൾ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ റൂൾസ് പഠിക്കുന്നതാണ്. a⁻m ഇൻറ്റു a⁻n എന്ന് പറയുന്നത് എന്താ കുട്ടികളെ? a⁻m + n ആണ്. ബേസ്, ഇത് നമ്മൾ ബേസ് എന്നും ഇതിനെ എക്സ്പോണൻ്റ് എന്നുമാണ് പറയുന്നത്. ഇതിൻ്റെ ബേസ് തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പോണൻറ്റിനെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ a⁻m ഇൻറ്റു a⁻n ഈക്വൽ ടു a⁻m + n ആണ്. അതേപോലെ തന്നെയാണ്, അതേ റൂളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 2k+1 ഇൻറ്റു 2⁵ ഈക്വൽ ടു 2�7 ആണല്ലോ. ബേസ് സെയിം അല്ലേ? ആണല്ലോ. ഇതിൻ്റെ ബേസ് സെയിം അല്ലേ? 2, ഇവിടെ 2. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് 2k+1 ഇൻറ്റു 2⁵ നമുക്ക് എങ്ങനെ എഴുതാം? 2k+1 + 5 ഇങ്ങനെ എഴുതിക്കൂടെ? വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? 2�7 ആണല്ലോ. ഇനി നോക്കിക്കേ, a⁻m ഈക്വൽ ടു a⁻n. അതായത് നോക്കിക്കേ, 2 എക്സ്പോണൻസുകൾ, അതായത് 2 വാല്യൂസ് തുല്യമാവുകയാണ്. ബേസ് തുല്യമാണെങ്കിൽ, ഇപ്പോൾ a⁻m ഈക്വൽ ടു a⁻n ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് അറിയാം? ഇവിടെ a ആണ്, ഇവിടെയും a ആണ്. രണ്ടിടത്തും ബേസ് തുല്യമാണെന്നുണ്ടെങ്കിൽ അവയുടെ എക്സ്പോണൻസ് എന്തായിരിക്കും? തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ m ഈക്വൽ ടു n എന്ന് എഴുതാം. അതുപോലെ ഇവിടെ 2k+1 + 5 ഈക്വൽ ടു 2�7 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? k+1 + 5 ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 7 എന്ന് എഴുതാം. ആണേ. അപ്പോൾ k+1 + 5 എത്ര കുട്ടികളെ? 1 + 5 6 ആണ് അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 7. ഇനി k ഈക്വൽ ടു 7 അവിടെ ഉണ്ട്. ഈ +6 ഈക്വൽ ടുൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ -6 ആയി. അപ്പോൾ 7 - 6 എത്രയാ? 1. അപ്പോൾ ആൻസർ എത്രയാ? 1. ഓപ്ഷൻ എ 1 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ടൈം ആൻഡ് വർക്ക് എന്ന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എ ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തീകരിക്കാൻ 12 ദിവസം എടുക്കുന്നു എങ്കിൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കിക്കേ, നമ്മൾ വർക്ക് ആൻഡ് ടൈം പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്നതാണ്. എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ജോലി ചെയ്യാനുള്ള കഴിവ്. ഓക്കെ, അതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. എഫിഷ്യൻസി ഈക്വൽ ടു എന്താ? വർക്ക് ബൈ ടൈം ആണ്. നമ്മൾ ടൈം ആൻഡ് വർക്ക് പഠിച്ചപ്പോൾ ഓൾറെഡി പഠിച്ചതാണ്. എഫിഷ്യൻസി ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണല്ലോ. വർക്ക് ബൈ ടൈം ആണ്. അവിടെ നിന്ന് നമുക്ക് ടൈം ഈക്വൽ ടു, ഇവിടെ നമുക്ക് എന്താ ചോദിച്ചേക്കുന്നത്? എത്ര ദിവസം എന്നല്ലേ ചോദിച്ചേക്കുന്നത്. അതായത് ടൈം ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? വർക്ക് ബൈ എഫിഷ്യൻസി എന്ന് എഴുതാം. ആണല്ലോ, വർക്ക് ബൈ എഫിഷ്യൻസി എന്ന് എഴുതാം. അതവിടെ മനസ്സിൽ വെച്ചോളൂ. ഇനി നോക്കിക്കേ, എ ഒരു ജോലി 20 ദിവസം എടുത്താണ് പൂർത്തിയാക്കുന്നത് അല്ലേ? അപ്പം എ ഒരു ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. ഇനി എയും ബിയും കൂടെ ചേർന്ന് ചെയ്യുമ്പോൾ എത്ര ദിവസമാണ്? രണ്ടുപേരും ചേർന്ന് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ദിവസം മതിയല്ലേ പൂർത്തിയാക്കാനായിട്ട്. അപ്പോൾ 12 ദിവസം എടുത്ത് എന്ത് ചെയ്യുന്നു? ആ ജോലി പൂർത്തിയാക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ വർക്ക് ഉണ്ടല്ലോ, ഈ എയും ബിയും കൂടെ ചെയ്ത്
ടോട്ടൽ വർക്ക് അല്ലെങ്കിൽ ഇവർക്ക് കൊടുത്ത ടോട്ടൽ വർക്ക് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അത് ആദ്യം കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കിവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന ദിവസങ്ങളുണ്ടല്ലോ, അതായത് എ 20 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കുന്നു, എയും ബിയും കൂടെ ചേർന്ന് 12 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇവർ ചെയ്ത ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ തന്നിരിക്കുന്ന ഈ ദിവസങ്ങളുണ്ടല്ലോ അതിൻ്റെ LCM എടുത്താൽ മതിയാവും. അതിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലസാഗു എടുത്താൽ മതിയാവും. എങ്ങനെ എടുക്കാം? നമുക്ക് 20 ഉണ്ട്, 12 ഉണ്ട്. ഇതിൻ്റെ LCM എടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ നിങ്ങൾക്ക് ലോങ് ഡിവിഷൻ മെത്തേഡ് ഉപയോഗിച്ച് LCM കണ്ടുപിടിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെ ചെയ്യേണ്ടത് ഇതിൻ്റെ വലിയ സംഖ്യ എടുക്കുക. വലിയ സംഖ്യ 20 അല്ലേ, 20ൻ്റെ ഡബിൾ എടുക്കുക. ഡബിൾ നോക്കിക്കേ 40. 40 നമുക്ക് 20 എടുക്കുക. 20നെ 12 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം 20 12ൻ്റെ ഗുണിതമല്ല അല്ലേ. ഒരു 12, 12, 2 12, 24 വരുന്നത്, അല്ലാണ്ട് അവിടെ 20 വരുന്നില്ല. അപ്പോൾ 12 കൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് ഹരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? 20ൻ്റെ ഡബിൾ എടുക്കുക. 20ൻ്റെ ഡബിൾ എടുക്കുമ്പോൾ എത്രയാ? 40 വരുന്നത്. അപ്പം 40ഉം പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തില്ല. 20×3 എടുത്തു നോക്കുക. അപ്പം എത്ര വരും? 60 വരും അല്ലേ. 60ന് നമുക്ക് എന്ത് ചെയ്യാം? 12 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. കാരണം എന്താ? 12×5 ആണ് എന്ത്? 60 എന്ന് പറയുന്നത് ആണല്ലോ. അപ്പം നമ്മുടെ LCM എന്ന് പറയുന്നത് എന്താണ്? 60 ആണ്. എന്താണ്? 60 ആണ്. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. 20,12 ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് ഇപ്പോൾ 2 കൊണ്ട് ടീച്ചർ ഡിവൈഡ് ചെയ്യാണ്. ഇപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 10 ആവും. ഇവിടെ എത്രയാണ്? 6 2 ആണ് 12. 6 വീണ്ടും 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 2 ആണ് 10, 3 2 ആണ് 6. ഇനി പോകത്തില്ല അല്ലേ. 5 ഇനി എല്ലാം കൂടെ അങ്ങ് ഗുണിക്കുക. 5×3 15, 15×2 30, 30×2 60. അങ്ങനെ ചെയ്താൽ നമുക്ക് 60 തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ലോങ് ഡിവിഷൻ മെത്തേഡ് എടുത്ത് ചെയ്യാം. ഓക്കെ, ആൻസറിലോട്ട് എത്താൻ വേഗത്തിൽ ശ്രമിക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പം നോക്കിക്കേ, ഇനി നോക്കിക്കേ, ഈ 12 60 ആവാനായിട്ട് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമുക്കറിയാം 12 60 ആവാൻ 12×5 ആണ് 60. അതുപോലെ 20 60 ആകുന്ന എപ്പോഴാണ്? 20×3 ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ കിട്ടിയേക്കുന്ന ഈ 5ഉം 3ഉം എന്ന് പറയുന്നതാണ് ഇവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്, കഴിവെന്ന് പറയുന്നത്. അപ്പോൾ അതായത് ടോട്ടലി 60 ജോലിയുണ്ട്. നമുക്ക് ഈ കിട്ടിയേക്കുന്ന LCM എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ വർക്കാണ്. എത്രയാണ്? എന്താണ്? ടോട്ടൽ വർക്കാണ്. ഈ ടോട്ടൽ വർക്ക് എ എത്ര ദിവസങ്ങൾ? ഒരു ദിവസം 20 ജോലിയാണ് എ ചെയ്യുന്നത് അല്ലേ. 20 ജോലിയല്ല, 20 ദിവസം എടുത്ത് ഒരു ജോലി 20 ദിവസം എടുത്തിട്ടാണ് പൂർത്തിയാക്കുന്നത്. അപ്പോൾ അതായത് ഇത് ദിവസമാണ്. 20 ദിവസം എടുത്തിട്ടാണ് ഈ 60 ജോലി പൂർത്തിയാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന ജോലി എത്രയാ? 3 ആയിരിക്കും അല്ലേ. 3 ആയിരിക്കും. കാരണം 20×3 ചെയ്യുമ്പോഴേ 60 വരത്തുള്ളൂ. അപ്പോൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി, അല്ലെങ്കിൽ എക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന ജോലി എന്ന് പറയുന്നത് 3 ജോലിയാണ്. ഓക്കെ, ഈ 60-ൽ 3 ജോലി എക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നത്. അതായത് എയുടെ കഴിവെന്ന് പറയുന്നത് 3 ജോലിയാണ്. ഒരു ദിവസം 3 ജോലി. അതേസമയം എയും ബിയും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ അവർക്ക് ഒരു ദിവസം 5 ജോലി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ 12 ദിവസം എടുക്കുമ്പോഴത്തേക്കും മാത്രമാണ് അവർക്ക് 60 ജോലി പൂർത്തിയാക്കാനായിട്ട് പറ്റുക ആണല്ലോ. ഇനി നോക്കിക്കേ, നമുക്ക് ചോദിച്ചേക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ബി മാത്രമായിട്ട് പ്രസ്തുത ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കുന്നതാണ്. നമുക്കറിയാം ടൈം ഈക്വൽ ടു എന്താണ്? വർക്ക് ബൈ എഫിഷ്യൻസി ആണ്. ടോട്ടൽ വർക്ക് എത്രയെന്നുണ്ട്? 60 എന്നുണ്ട്. പക്ഷെ ബിയുടെ എഫിഷ്യൻസി നമുക്ക് കിട്ടിയാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ബി എത്ര ദിവസം എടുത്ത് ഈ ജോലി പൂർത്തിയാക്കും എന്നുള്ളത് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എഫിഷ്യൻസി ഓഫ് ബി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യേണ്ട കുട്ടികൾ. അതിവിടെ എയുടെ എഫിഷ്യൻസി ഉണ്ട്, A+Bയുടെ എഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ എത്രയാ? എ എന്ന് പറയുന്നത് 3 ആണ്. എയുടെ എഫിഷ്യൻസി 3 ആണ്. അതിൽ A+B ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്? 5 ആണ്. അപ്പോൾ A 3യും A+B 5 ആണെങ്കിൽ അവിടെ നിന്ന് ബി കണ്ടുപിടിക്കാമല്ലോ. എത്ര കിട്ടും? എയുടെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കുക. 3+B = 5 ആണ്. അവിടെ നിന്ന് ബിയുടെ വാല്യൂ എത്രയാ? 5. ഈ +3 =ൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ -3. 5 - 3 എത്രയാ? 2. എത്രയായി? 2. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി എത്രയാണ് കുട്ടികളെ? 2. അപ്പോൾ 60/2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 30. അപ്പോൾ 30 ദിവസം കൊണ്ടാണ് ബിക്ക് ഈ 60 ജോലി പൂർത്തിയാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആൻസർ എത്രയാ? 30 ദിവസം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഒറ്റയാനെ കണ്ടെത്തുക. ഇത് റീസണിങ്ങിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് എല്ലാം റീസണിങ്ങിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഒറ്റയാനെ കണ്ടെത്തുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തരുമ്പോൾ നിങ്ങൾ ഒന്നുകിലും നോക്കുക
ഇത് ഒറ്റ സംഖ്യകളാണോ നോക്കുക, അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളാണോ അങ്ങനെ നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആൻസറിലോട്ട് വരും. ഇത് അങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അഡിഷൻ ചെയ്ത് നോക്കുക, ഓരോ സംഖ്യകളും അഡിഷൻ ചെയ്ത് നോക്കുക. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് സംഖ്യ നമ്മൾ എടുക്കുകയാണ്, ഈ സംഖ്യ എടുക്കുകയാണെങ്കിൽ 25631 ഒന്ന് ആഡ് ചെയ്തേ. 2 + 5 7, 7 + 6 13, 13 + 3 13 + 3 16, 16 + 1 എത്രയാ? ഇതിൻ്റെ സം ചെയ്യുമ്പോൾ നമുക്ക് 17 ആണ് കിട്ടുന്നത്. ഇവിടെ അതുപോലെ ചെയ്ത് നോക്കിക്കേ. 5 + 2 7, 7 + 1 8, 8 + 6 എത്രയാ? 14, 14 + 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 17 കിട്ടും. ഇനി ഇത് നോക്കിക്കേ. 3 + 4 7, 7 7 + 4 11, 11 + 2 13, 13 + 4 17 ആണല്ലോ. ഇനി ഇത് കൂടെ നമുക്ക് ആഡ് ചെയ്ത് നോക്കും. നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട് ഓൾമോസ്റ്റ്. 3 + 3 6, 6 + 4 എത്രയാ? 6 + 4 10, 10 + 4 14, 14 + 2 എത്രയാണ്? 14 + 2 എന്ന് പറയുന്നത് 16 ആണ്. ഓക്കെ, 16 ആണ്. ഇവിടെ ആൻസർ ഏതാണ്? ഇവിടെ ഒറ്റയാൻ ആരാ? ഓപ്ഷൻ സി ആണ്. ബാക്കി എല്ലാ സംഖ്യകളുടെയും ഈ ഒരു സംഖ്യ നോക്കി, ഈ ഒരു ഓപ്ഷൻ എ ആണെങ്കിലും ബി ആണെങ്കിലും ഡി ആണെങ്കിലും അതിൽ തന്നിരിക്കുന്ന ഓരോ ഡിജിറ്റ്സും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 17 ആണ് കിട്ടുന്നത്. ഇവിടുത്തെ കേസിൽ നമുക്ക് 16 ആണ് കിട്ടുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇത് ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു റീസണിങ് പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പമാണ്, നമുക്ക് നോക്കാം. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ രാജുവിൻ്റെ യാത്ര ഏത് ദിശയിലെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്യുന്നു. അപ്പോൾ ടീച്ചർ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുവാണേ. അപ്പോൾ രാജു ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നേ? വടക്കോട്ട്. നിങ്ങൾക്ക് ഡയറക്ഷൻസ് അറിയാമല്ലോ അല്ലേ നിങ്ങൾക്ക്? ഇതെന്ന് പറയുന്നത് തെക്ക്, സൗത്ത്. ഇതെന്താ? വടക്ക് ആണല്ലോ. ഇത് ഈസ്റ്റ്, കിഴക്ക്. ഇതെന്താണ്? വെസ്റ്റ്. ഇത്രയും അറിയിരുന്നാൽ മതി, നമുക്ക് അത്യാവശ്യം ഉള്ളത് നമുക്ക് പഠിക്കാൻ പറ്റും. നോക്കിക്കേ. അപ്പോൾ രാജു ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 8 കിലോമീറ്റർ എങ്ങോട്ട് പോയി? 8 കിലോമീറ്റർ വടക്കോട്ടാണ് സൈക്കിൾ യാത്ര പോയത്. അപ്പോൾ വടക്കോട്ട് ടീച്ചർ ഇപ്പോൾ ഇതല്ലേ, നോർത്ത് ഡയറക്ഷൻ ഇതല്ലേ, അതുകൊണ്ട് ടീച്ചർ അങ്ങോട്ടേക്ക് വരച്ചു കേട്ടോ. ഇനി അടുത്തെന്താ? പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ. ഇപ്പം നിങ്ങൾ ഡയറക്ഷൻ പഠിക്കുമ്പോൾ റൈറ്റ് ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ വലത്തോട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കുക. എങ്ങനെ എടുക്കുക? ക്ലോക്ക് വൈസ് എടുക്കുക. നിങ്ങൾ ക്ലോക്കിൻ്റെ സൂചി മൂവ് ചെയ്യുന്ന ആ ഡയറക്ഷൻ നിങ്ങളുടെ മൈൻഡിൽ വന്നാൽ മതി. എങ്ങോട്ടാണ് ഒരു ക്ലോക്ക് സങ്കല്പിച്ച് ക്ലോക്കിൻ്റെ സൂചി ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ റൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ക്ലോക്ക് വൈസ് എടുക്കുക. ഇനി ലെഫ്റ്റ് ആണെങ്കിൽ കുട്ടികളെ ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കുക. ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പോൾ ക്ലോക്ക് വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനാണ്. ആൻറ്റി ക്ലോക്ക് വൈസ്. ലെഫ്റ്റ് ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്. ഇത് രണ്ടും അറിയാമെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ്റെ ഏത് പ്രോബ്ലം ചെയ്യാൻ പറ്റും കേട്ടോ. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് വരുന്നത്? ക്ലോക്ക് ഇങ്ങനെയല്ലേ മൂവ് ചെയ്യുന്നത്? ഇങ്ങനെയാണല്ലോ. ഒരു ക്ലോക്ക് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ലേ ക്ലോക്കിൻ്റെ ഈ ഒരു ഡയറക്ഷനിലല്ലേ പോകുന്നത്. അപ്പോൾ മറ്റേതെന്ന് പറയുമ്പോൾ തിരിച്ചാണ് വരുന്നത്, ഈ ഡയറക്ഷനിലാണ് വരുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചു. അപ്പോൾ ഇത്രയും നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതിയേ. ഇനി നോക്കിക്കേ. 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തിട്ട് എങ്ങോട്ടാണ് പോയത്? വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ വലത്തോട്ട്. അപ്പോൾ ഇവിടെ രാജു ഇപ്പം നിൽക്കുന്നതെന്ന് വിചാരിക്കേ. അപ്പോൾ വലത്തോട്ട് തിരിയാന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിലോട്ട് അല്ലേ? റൈറ്റിലോട്ട് മീൻസ് ക്ലോക്ക് വൈസ് ആണ്. ഇങ്ങോട്ടല്ല, ഈ ഡയറക്ഷൻ അല്ല, ഈ ഡയറക്ഷനിലോട്ട്. അപ്പോൾ ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ വലത്തോട്ട് തിരിഞ്ഞ് എത്ര കിലോമീറ്റർ പോകുന്നു? 2 കിലോമീറ്റർ പോകുന്നു. വീണ്ടും അപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. വീണ്ടും അയാൾ വലത്തോട്ടാണ് തിരിയുന്നത്. അപ്പോൾ വലത്തോട്ടെന്ന് പറയുമ്പോൾ എന്താണ്? ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ്. അപ്പോൾ നിങ്ങൾ ക്ലോക്ക് വൈസ് ആകുമ്പോൾ താഴേക്കാണ് വരുന്നത്, മുകളിലോട്ടല്ല, താഴേക്ക്. അപ്പോൾ താഴേക്ക് അയാൾ എത്ര കിലോമീറ്റർ വന്നു? 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ രാജുവിൻ്റെ യാത്ര ഏത് ദിശയിലാണ്? അയാൾ എങ്ങോട്ടാ? വലത്തോട്ട് തിരിഞ്ഞ് അയാൾ 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഏത് ദിശയിലാണ് രാജു യാത്ര ചെയ്യുന്നത്? ഇങ്ങോട്ടേക്കാണ് അല്ലേ? ഈ ഒരു ഡയറക്ഷൻ. ഈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷനാണ്? സൗത്ത് എന്ന് വെച്ചാൽ തെക്ക്. ഏതാണ്? തെക്ക്. തെക്കാണ് നമ്മുടെ ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹലോ എന്ന വാക്ക് ഖൂർ എന്ന് കോഡ് ചെയ്യപ്പെടുന്നു, എന്നാൽ വേൾഡ് എന്ന വാക്കിൻ്റെ കോഡ് എന്താണ്? അത് വളരെ എളുപ്പമാണ്. നിങ്ങൾ ആൽഫബറ്റ്സ് ജസ്റ്റ് ഒന്ന് എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇവിടെ ഇപ്പോൾ നോക്കിക്കേ. ഹലോ ഇങ്ങനെ എഴുതിയേക്കുന്നത് HELLO ആണേ. അപ്പോൾ നമുക്ക് എങ്ങനെ കോഡ് ചെയ്തേക്കുന്നത്? KHOOR.
നോക്കിക്കേ, തമ്മിൽ കണക്ഷൻ ഉണ്ടോ നിങ്ങൾ നോക്കിയാൽ മതി. ആൽഫബറ്റ്സ് ഒന്നുകിൽ എഴുതി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മൈൻഡിൽ ചെയ്യാം. ഇപ്പോൾ എച്ച് കഴിഞ്ഞിട്ട് എപ്പോഴാണ് കെ വരുന്നത്? എച്ച് കഴിഞ്ഞിട്ട് ഐ ജെ കെ, അതായത് എച്ച് കഴിഞ്ഞ് മൂന്നാമത്തെ ആൽഫബറ്റ് ആണ് കെ എന്ന് പറയുന്നത് ആണേ. അതുപോലെ ഇ കഴിഞ്ഞിട്ട് എഫ് ജി എച്ച്, ഇ കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ ആൽഫബറ്റ് +3. അതുപോലെ തന്നെ എൽ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ആൽഫബറ്റ് ആണ് ഒ, സെയിം തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒ കഴിഞ്ഞിട്ട് OPQR, മൂന്നാമത്തെ ആൽഫബറ്റ് ആണ് ഇത് ആർ എന്ന് പറയുന്നത്. സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ എവിടെയും യൂസ് ചെയ്യണം, വേൾഡിനകത്ത് യൂസ് ചെയ്യണം. WORLD. ഇപ്പോൾ W കഴിഞ്ഞ് മൂന്നാമത്തെ ആൽഫബറ്റ് ഏതാ? XYZ. ഞങ്ങൾ ഇസഡ് എന്ന് പറയും, പക്ഷെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ Z ആണ്. അപ്പോൾ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏതാണ്? ZRUOG. അപ്പോൾ ആൻസർ കിട്ടി. ബാക്കി ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല കുട്ടികളെ, കാരണം യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു ഓപ്ഷനും ഇല്ല. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ZRUOG. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് അടുത്തതൂടെ നോക്കിക്കോളൂ. O എന്ന് പറയുമ്പോഴത്തേക്കും O അല്ലേ? O എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും O എന്ന് പറയുമ്പോൾ O കഴിഞ്ഞിട്ട് PQR, തേർഡ് ആൽഫബറ്റ് ഏതാണ്? R ആണ്. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നോക്കേണ്ട ആവശ്യമില്ല, ക്വസ്റ്റിനകത്ത് തന്നെ O എന്ന് പറയുന്ന ലെറ്റർ ഉണ്ട്. O വരുമ്പോൾ R ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോഡ്. അപ്പോൾ ZR ആണ് വരുന്നത് കേട്ടോ. അതുപോലെ ബാക്കി നിങ്ങൾക്ക് ചെയ്തൂടെ? ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ആൻസർ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ നിങ്ങൾക്ക് കറപ്പിക്കാം കേട്ടോ. ഇങ്ങനെ വേറെ ഓപ്ഷനകത്ത് Z അല്ലെങ്കിൽ Z സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ ഓപ്ഷൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല, അത് തന്നെ ആയിരിക്കും ആൻസർ. നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ നാലാമത്തെ സംഖ്യ, ഇപ്പം നാലാമത്തെ സംഖ്യയാണ് ഇവിടെ ഡാഷ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഏതാണ് ചോദിച്ചേക്കുന്നത്? തന്നിരിക്കുന്നത് എന്താ? 4, 7, 12. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണിത്. നോക്കിക്കേ, 4 7 ആകാൻ എന്ത് ചെയ്യണം? 3 കൂട്ടണം അല്ലേ? 7 12 ആവാൻ എന്ത് ചെയ്യണം? 7ന്റെ കൂടെ 5 കൂട്ടണം. ഇനി നോക്കിക്കേ, 3 5, അതായത് 4 7 ആവാനായിട്ട് 3 കൂട്ടി, 7 12 ആവാനായിട്ട് 5 കൂട്ടി. ഇവിടെ നോക്കിക്കേ, ഈ 3ഉം ഈ 5ഉം എടുത്തേ കുട്ടികളെ. 3 കഴിഞ്ഞിട്ട് 3 + 2 ആണ് 5 അല്ലേ? ഓക്കെ, ആ 5 7ന്റെ കൂടെ ആഡ് ചെയ്തപ്പോഴത്തേക്കാണ് 12 കിട്ടിയത്. അപ്പോൾ ഈ 12ന്റെ കൂടെ എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സംഖ്യ കിട്ടും? 3 5, അടുത്ത സംഖ്യ 3 + 2 ആണ് 5, 5 + 2 ആണ് 7. അപ്പോൾ ഈ 12ന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 7 ആഡ് ചെയ്യണം. 12 + 7 എത്ര? 19. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? 19 ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ബോഡ് മാസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം മിക്കവാറും PSC ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ബോഡ് മാസിൻ്റെ ഒരു ക്വസ്റ്റ്യനെങ്കിലും കാണാറുണ്ട് കേട്ടോ, അതുകൊണ്ട് പഠിച്ചു വെച്ചോ. ബോഡ് മാസ് റൂൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണേ. അപ്പോൾ A+ ചിഹ്നത്തെയും B- എന്ന ചിഹ്നത്തെയും C ഡിവിഷൻ എന്ന ചിഹ്നത്തെയും D ഇൻറ്റു എന്ന ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 18A, 12C, 6D, 2B, 5 എത്ര സൂചിപ്പിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിക്കേ, നിങ്ങൾ ആദ്യം ബോഡ് മാസ് റൂൾ അറിഞ്ഞിരിക്കണം. ബോഡ് മാസ് റൂൾ എന്താ പറയുന്നത്? ഒരു എക്സ്പ്രഷനകത്ത്, അതായത് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ 8 ഡിവൈഡഡ് ബൈ 4 + 3 ഇൻറ്റു 5, ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസിനകത്ത് വരികയാണെങ്കിൽ ഏത് ആദ്യം ചെയ്യണം, ഏത് അവസാനം ചെയ്യണം എന്നുള്ളത് ഡിപ്പെൻഡ്സ് അപ്പോൺ ബോഡ് മാസ് റൂളാണ്. ബോഡ് മാസ് റൂളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, ഇപ്പോൾ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഡിവിഷൻ ചെയ്യുക, എന്നിട്ട് വേണം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനായിട്ട്. ഓക്കെ, മനസ്സിലായോ? ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ, ഇത് ബ്രാക്കറ്റ്, ഇത് ഓഫ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. ഇനി ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇതെന്താണ്? അഡിഷൻ, സബ്ട്രാക്ഷൻ. ഇപ്പോൾ ഓഫ് എന്ന് പറയുമ്പോൾ 4 ഓഫ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 × 3 തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങളത് പഠിച്ചു വെക്കുക. 4 × 3 തന്നെയാണ് ചെയ്യേണ്ടത്. 4 ഓഫ് 3 ഡിവൈഡഡ് ബൈ 9 ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഇത് ചെയ്യണം. 4 ഓഫ് 3 മീൻസ് 12. ദെൻ എന്നിട്ട് വേണം 12നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അത് ഒരു റൂളാണ്. നമ്മുടെ ചാനലിനകത്ത് ബോഡ് മാസ് റൂൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നോക്കിക്കോ കേട്ടോ.
അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. ക്വസ്റ്റ്യൻ എന്താ തന്നേക്കുന്നത്? 18A. 18A എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ്. അപ്പോൾ ടീച്ചറെ പ്ലസ് ഇട്ട് കൊടുക്കുകയാണ് അവിടെ. 12C. സി എന്ന് വെച്ചാൽ അവിടെ ഡിവിഷനാണ് വരുന്നത്. 6D. 6D എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ. 2B എന്ന് വെച്ചാൽ മൈനസ് എന്താണ്? 5. അപ്പോൾ നമ്മുടെ ബോർഡ് മാസിലുള്ള എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ പ്ലസ് ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഡിവിഷൻ ആണ് കേട്ടോ. അപ്പോൾ ഡിവിഷൻ ആദ്യം ചെയ്യുക. അപ്പോൾ 18 പ്ലസ് 12 ഡിവൈഡഡ് ബൈ 6. 12/6 എന്ന് പറയുന്നത് എത്രയാണ് കുട്ടികളെ? 6ൽ 12 എന്ന് പറയുന്നത് 6ൽ എത്ര തവണയാണ്? 2 തവണ അല്ലേ? 6 2 12. അപ്പോൾ 6ൽ 1 തവണ, 12 6ൽ 2 തവണ. അപ്പോൾ ഇവിടെ 2 ആയി. ഇനി ആ ഇൻറ്റു ടീച്ചർ അതുപോലെ ഇട്ടേ -5. പ്ലസ് ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, മൈനസ് ഉണ്ട്. ആദ്യം ഏത് ചെയ്യും? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണേ. 18 പ്ലസ് 2 ഇൻറ്റു 2 4 -5. ഇനി പ്ലസും മൈനസും വരുമ്പോൾ പ്ലസ് റൂള് പ്രകാരം പ്ലസ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യണം എന്നാണ്. പക്ഷെ നിങ്ങൾ ആദ്യം സബ്ട്രാക്ട് ചെയ്തിട്ട് പ്ലസ് ചെയ്താലും അത് പ്രശ്നമില്ല, നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ ഡിവിഷന് മൾട്ടിപ്ലിക്കേഷന് വരുമ്പോൾ അതേ ഓർഡർ തന്നെ ചെയ്യണം. ആദ്യം ഡിവിഷൻ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ കേട്ടോ. ഇവിടെ 18 പ്ലസ് 4 22 ആണ്. 22 മൈനസ് 5 എന്ന് പറയുന്നത് എത്രയാ? 22 മൈനസ് 5 എത്രയാ? 17. നമ്മുടെ ആൻസർ എത്രയാണ്? 17. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു LDC എക്സാമിന് LDC ട്രിവാൻഡ്രത്ത് ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് മാത്സിന് മെൻ്റൽ എബിലിറ്റിയിൽ വന്നേക്കുന്നത്. നമ്മൾ 10 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഇത് എഴുതിയെടുത്ത് പഠിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശുഭദിനം.